ഇസ്ലാമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ദൂരം നടന്ന കാൽപാദം, ഏറ്റവും കൂടുതൽ ഹിജ്റ നടന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ന് ചരിത്രങ്ങളിൽ കാണാം. അള്ളാഹിൻ്റെ ദീനിനു വേണ്ടി ഏറ്റവും കൂടുതൽ നടന്ന ആ കാൽപാദത്തെ അള്ളാഹു ആദരിച്ചതുകൊണ്ടാണ് വിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൻ്റെ വാതിൽക്കൽ തന്നെ മഖാമു ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞ ആ കല്ല് അള്ളാഹു ആ കാൽപാദത്തെ ആദരിച്ചുകൊണ്ട് സംവിധാനിച്ചിട്ടുള്ളത്. അനുസരിച്ച് ഒരുപാട് രാജ്യങ്ങളിലൂടെ ഹിജ്റ പോയിട്ടുണ്ട് ഇബ്രാഹിം നബി. ഇറാഖ്, സിറിയ, ഫലസ്തീന്, ഈജിപ്ത്, മക്ക, ഇതൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ ഓരോ കാരണങ്ങളുടെ പേരിൽ അള്ളാഹു തആല കൽപ്പിക്കുമ്പോൾ ഹിജ്റ പോയതാ. നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ശേഷം ഫലസ്തീനിലേക്ക്, പിന്നീട് കുഞ്ഞുണ്ടായപ്പോൾ പൊന്നു പൈതലാകുന്ന ഇസ്മായിലിനെയും ഭാര്യ ഹാജറ ബീവിയെയും കൊണ്ട് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക്